തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലെ വിവിധ മേഖലകൾക്ക് തന്റെ സംരക്ഷണം ആവശ്യമാണ് എന്ന തരത്തിൽ രക്ഷകന്റെ വേഷമണിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കറങ്ങുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. സതീശന് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവണം, തെരഞ്ഞെടുപ്പില്ലാതെ എളുപ്പവഴിയിൽ എങ്ങനെയെങ്കിലും വിജയിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നും സതീശൻ തിരക്കുന്നുണ്ട്. ഈ വി.ഡി. സതീശന്റെ അഹങ്കാരവും ആളാവലും കാണുമ്പോൾ അല്പമെങ്കിലും സാമൂഹ്യ ബോധമുള്ളവർക്ക് തിളച്ചു കയറിയാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ കൊടുത്ത ഒരു മറുപടി പോസ്റ്റ് വൈറൽ അല്ല, കൊടൂര വൈറൽ ആണെന്ന് തന്നെ പറയണം. ഹെൽത്ത് കമ്മീഷൻ, ഷീ ഹോസ്പിറ്റൽ, യൂണിവേഴ്സൽ ഹെൽത്ത് ആക്സസ് എന്നിങ്ങനെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ രക്ഷിക്കാൻ പലതരം അജണ്ടകളാണ് പ്രതിപക്ഷ നേതാവിന്റെ കൈവശമുള്ളത്. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ പേരുകളുടെ ആവശ്യമില്ലെന്നും ഈ നേട്ടങ്ങളൊക്കെ കേരളം ഇടത് സർക്കാരിന്റെ പിന്തുണയോടെ എന്നേ കൈവരിച്ചു കഴിഞ്ഞെന്നും പോസ്റ്റിൽ അക്കമിട്ട് നിരത്തുകയാണ്. സതീശൻ ജിയുടെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും മുമ്പേ പൊളിച്ച ഗോപകുമാർ മുകുന്ദന്റെ ഈ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. അതിലെ കുറച്ചു ഭാഗങ്ങൾ ഞാൻ പങ്കുവെക്കാം. സതീശന്റെ യാത്രയിൽ നിന്നും ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ഭാവി അജണ്ട സംബന്ധിച്ച ഒരു പ്രഖ്യാപനം കേട്ടത്. അത് ആരോഗ്യ മേഖലയിലെ അജണ്ടയാണ്. 1. ഒരു ഹെൽത്ത് കമ്മീഷൻ നടപ്പിലാക്കും. 2. ഷീ ഹോസ്പിറ്റൽസ് കൊണ്ടുവരും. 3. യൂണിവേഴ്സൽ ഹെൽത്ത് ആക്സസ് നടപ്പിലാക്കും. എന്താണ് ഈ ഹെൽത്ത് കമ്മീഷൻ എന്നതൊരു പിടിയുമില്ല. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ വന്ന മാറ്റം നോക്കുകയാണെങ്കിൽ സതീശന്റെ കമ്മീഷൻ എന്താണ് എന്നത് വ്യക്തതയോടെ മനസ്സിലാക്കാം. കേരളത്തിലെ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2016 LDF സർക്കാർ രൂപപ്പെടുത്തിയ ആർദ്രം മിഷൻ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും കൊണ്ടുവന്ന മാറ്റം പ്രകടമാണ്. ആധുനിക സംവിധാനങ്ങളും സങ്കേതങ്ങളും ഏർപ്പെടുത്തിയും സേവന സമയവും സേവനത്തിന്റെ വൈപുല്യവും വർദ്ധിപ്പിച്ചും അടിസ്ഥാന സൗകര്യങ്ങളും രോഗനിർണയ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തിയും നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ രക്ഷാ ശൃംഖല നവീകരിക്കപ്പെട്ടു എന്നതാണ് ആർദ്രം മിഷൻ കൊണ്ടുവന്ന മാറ്റം. ഈ മാറ്റം പ്രായോഗികമാക്കാൻ 2016-2025 കാലത്ത് 10,382 തസ്തികകളാണ് ആരോഗ്യ മേഖലയിൽ മാത്രം സൃഷ്ടിച്ചത്. അതിന്റെ ഫലമായി ആധുനിക മേഖലയിൽ 1,558 ജനറൽ ഡോക്ടർമാരും 868 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും സർക്കാർ ആശുപത്രികളിൽ അധികമായി വന്നു. സംസ്ഥാനത്തെ ആരോഗ്യ രക്ഷാ ശൃംഖലയുടെ പരിവർത്തനം നടന്ന വഴികളാണിത്. ഷീ ഹോസ്പിറ്റൽസ് കൊണ്ടുവരുമെന്നത് നല്ല തമാശയാണ്. കേരളത്തിൽ ഇപ്പോൾ 10 വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽസ് നിലവിലുണ്ട്. അവയിലെ ബെഡ് സ്ട്രെങ്ത് 1921 ആണ്. കിഫ്ബി പദ്ധതി വഴി ഇവയുടെ സൗകര്യങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് നടക്കുന്നത്. അപ്പോൾ സതീശന്റെ ഷീ ഹോസ്പിറ്റൽസ് എന്താണ് എന്ന് പറയണം. കൊച്ചി കോർപ്പറേഷനിൽ സമൃദ്ധിയുടെ കാലത്ത് ഇന്ദിരാ ക്യാൻറ്റീൻ പോലുള്ള എന്തോ സംഭവമായിരിക്കണം സതീശൻ ഉദ്ദേശിച്ചത്. തീരദേശ ആശുപത്രികൾ കൊണ്ടുവരുമെന്നോ മറ്റോ സതീശൻ പറയുന്നുണ്ട്. ആലപ്പുഴ ചെട്ടിക്കാട് എന്നൊരു തീരദേശ ഗ്രാമമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കി മാറ്റി പുനർനിർമ്മിക്കുകയാണ്. എത്രയാണ് ചെലവെന്നറിയാമോ? 102 കോടി രൂപ. പണി പൂർത്തിയാകുകയാണ്. എന്തായാലും കിഫ്ബി നിങ്ങൾ നിർത്തുമല്ലോ. എന്താണ് UDFന്റെ ഫിനാൻസിംഗ് പദ്ധതി എന്ന് ചോദിച്ചുകൊണ്ട് ആ പോസ്റ്റ് അവിടെ അവസാനിപ്പിക്കുകയാണ്. സതീശന്റെ വാദങ്ങൾക്കെല്ലാം ഔദ്യോഗിക മറുപടി പറഞ്ഞത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. അമ്മയും കുഞ്ഞും ആശുപത്രികൾ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ ഗ്രാമങ്ങളിലും സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വീണ ജോർജ് പറയുകയാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അമ്മയും കുഞ്ഞും ആശുപത്രികൾ പ്രവർത്തിക്കുന്ന കാര്യം സതീശന് വേണ്ടി കുറിപ്പ് തയ്യാറാക്കി നൽകിയവർക്ക് അറിയില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് അറിയേണ്ടതാണല്ലോ എന്നൊരു കുത്തും മന്ത്രി സതീശന് കൊടുക്കുന്നുണ്ട്. DHSലും DMEയിലുമായി ജില്ലകളിൽ അമ്മയും കുഞ്ഞും ആശുപത്രികളുണ്ട്. വയനാട് ബത്തേരിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് അടുത്തിടെയാണ് ഉദ്ഘാടനം ചെയ്തത്. പത്തനംതിട്ടയിൽ നിർമ്മാണം ആരംഭിച്ചു. ഇടുക്കി ജില്ലയിൽ അടിമാലിയിലാണ് നിർമ്മാണം ഇനി ആരംഭിക്കേണ്ടത്. ഈ സർക്കാർ സംസ്ഥാനത്ത് എല്ലാ ഗ്രാമങ്ങളിലും സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിച്ചു. 2023 ആരംഭിച്ച 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്. സ്ത്രീ ക്ലിനിക്കുകളിൽ എല്ലാ സ്ത്രീകൾക്കും പൂർണ്ണമായി സൗജന്യമായി ജീവിതശൈലി രോഗ പരിശോധന, ആർത്തവാരോഗ്യവുമായി ബന്ധപ്പെട്ട പരിശോധന, വിളർച്ചാ പരിശോധന, ഗർഭിണികൾക്കുള്ള പരിചരണം,
സ്ത്രീ ക്യാൻസറുകളുടെ സ്ക്രീനിംഗ് മുതലായവയും ലഭ്യമാണ്. സ്ത്രീയെ ആരോഗ്യവതിയായിരിക്കാൻ സഹായിക്കുന്ന പദ്ധതികളാണ് ആരോഗ്യമാനന്ദം വഴി നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യവും വിദ്യാഭ്യാസവും തൊഴിലവസരവുമുള്ള സ്ത്രീയാണ് നാടിന്റെ ആരോഗ്യത്തിന്റെ നട്ടെല്ല് എന്ന പൂർണ്ണ ബോധ്യത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. സർക്കാർ ആശുപത്രികളിൽ പ്രസവം പൂർണ്ണമായും സൗജന്യമാണ്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതി എല്ലായിടത്തും ആരംഭിച്ചു. ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുകയും ജനിതക പരിശോധനകൾ നടത്താനുള്ള ലാബ് സൗകര്യം ഒരുക്കുകയും ചെയ്തു. 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ സാധാരണ നിലയിൽ സൗജന്യ ചികിത്സയാണ് നൽകുന്നത്. ആരോഗ്യ കിരണത്തിലൂടെ ഉയർന്ന ചികിത്സാ ചിലവുള്ളവ സൗജന്യമായും നൽകുന്നുമുണ്ട്. ഹൃദയത്തിലൂടെ ഇതുവരെ 8868 കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കി. അപൂർവ രോഗ ചികിത്സയ്ക്ക് സൗജന്യ പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഹെൽത്ത് കമ്മീഷൻ കൊണ്ടുവരും, ഷീ ഹോസ്പിറ്റൽസ് തുടങ്ങും, യൂണിവേഴ്സൽ ഹെൽത്ത് ആക്സസ് നടപ്പിലാക്കുമെന്നുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഒന്നേ ഉള്ളൂ: ഈ കണക്കുകൾ ഒന്നും അറിയാതെയാണോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വികസനം മുരടിപ്പെന്ന് പറഞ്ഞ് ഇടയ്ക്ക് കിടന്നു തുള്ളുന്നത്? കണക്കുകൾ ഇവിടെയുണ്ട്, പദ്ധതികളും ഇവിടെയുണ്ട്, സംവിധാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനി അറിയേണ്ടത് കാലക്കേടിലെങ്ങാനും UDF ഭരണത്തിൽ വന്നാൽ കിഫ്ബി ഒന്നുമില്ലാതെ സതീശനും സംഘവും നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികളാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ജനങ്ങൾക്ക് നല്ല ആശങ്കയുമുണ്ട്.